നമസ്കാരം. പ്ലാസ്റ്റിക് സർജറി ചെയ്യുമ്പോൾ ഏത് തരം പ്ലാസ്റ്റിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പ്ലാസ്റ്റിക് സർജറി ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് നമ്മൾ കൊണ്ടുവരണോ? നമ്മുടെ വീട്ടിലെ കപ്പും ബക്കറ്റും പോലെയുള്ള സാധനങ്ങൾ കൊണ്ടുള്ള പ്ലാസ്റ്റിക് തന്നെയാണോ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് സർജറിയിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സാധനം സിലിക്കോൺ എന്ന് പറയുന്ന സാധനമാണ്. സിലിക്കോൺ ഉപയോഗിച്ച് നമ്മുടെ ബ്രസ്റ്റിൻ്റെ സൈസ് കൂട്ടാനോ ബട്ടക്സിൻ്റെ സൈസ് കൂട്ടാനോ ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ കലകളുടെ അല്ലെങ്കിൽ പാടുകളുടെ ചികിത്സയ്ക്കും സിലിക്കോൺ ഉപയോഗിക്കാറുണ്ട്. എല്ലുകളുടെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാനായിട്ട് PMMA എന്നുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്യാൻസർ ശസ്ത്രക്രിയയുടെ ഭാഗമായി താടിയെല്ലിൻ്റെ ഒരു ഭാഗം നീക്കം ചെയ്യേണ്ടി വരികയാണെങ്കിൽ അവിടെ കാലിൽ നിന്നുള്ള ഫിബുല എന്നുള്ള എല്ലിൻ്റെ ഒരു ഭാഗം ഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ രണ്ട് എല്ലുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നതിനായിട്ട് ടൈറ്റാനിയം ഉപയോഗിച്ചിട്ടുള്ള പ്ലേറ്റ്സോ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണികളോ ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ പ്ലാസ്റ്റിക് സർജറിയിൽ പ്ലാസ്റ്റിക് അല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് സർജറിക്ക് എങ്ങനെ പ്ലാസ്റ്റിക് സർജറി എന്നുള്ള പേര് കിട്ടി എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പ്ലാസ്റ്റിക് സർജറിയിൽ പ്ലാസ്റ്റിക് എന്നുള്ള വാക്ക് വരാൻ കാരണം പ്ലാസ്റ്റിക്കോസ് എന്നുള്ള വാക്കിൽ നിന്നാണ് അത് വന്നിരിക്കുന്നത്. പ്ലാസ്റ്റിക്കോസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾഡ് ചെയ്യുക അല്ലെങ്കിൽ രൂപാന്തരം പ്രാപിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്ലാസ്റ്റിക് സർജറിയിൽ നമ്മൾ എന്താണ് രൂപാന്തരം പ്രാപിപ്പിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ തന്നെ തൊലിയോ മസിലോ കൊഴുപ്പോ എല്ലുകളോ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തിലേക്ക് അവയുടെ ഘടനയും രൂപഭംഗിയും ഫങ്ഷനും റീറ്റെയിൻ ചെയ്തുകൊണ്ട് മാറ്റുന്ന ഒരു ശസ്ത്രക്രിയാ വിഭാഗത്തിനെ മൊത്തമായി പറയുന്ന പേരാണ് പ്ലാസ്റ്റിക് സർജറി.